ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. വാഴാനി ഫോറസ്റ്റ് സ്റ്റേഷൻ അകമലയിലേക്ക് മാറ്റാനുള്ള അധികൃതരുടെ നീക്കം വനം കൊള്ളക്കാർക്കുള്ള സഹായം നൽകാനാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് രംഗത്ത്. ഇതിൽ പ്രതിഷേധിച്ച് തെക്കുംകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു. വാഴാനി ഫോറസ്റ്റ് ഓഫീസ് അകമലയിലേക്ക് മാറ്റുന്നത് വനം കൊള്ളക്കാരെ സംരക്ഷിക്കാനുള്ള അധികൃതരുടെ ശ്രമങ്ങളുടെ ഭാഗമെന്ന് കോൺഗ്രസ്. മച്ചാട് റേഞ്ചിലെ വാഴാനി ഫോറസ്റ്റ് സ്റ്റേഷൻ അകമലയിലേക്ക് മാറ്റുവാനുള്ള തീരുമാനം അകമലയിലെ വനം കൊള്ളക്കാരെ സംരക്ഷിക്കാനാണെന്ന് തൃശൂർ ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി NR സതീശൻ ആരോപിച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ തേക്ക്, ചന്ദനമരങ്ങൾ മോഷ്ടിച്ചവർക്ക് സഹായം നൽകാനാണ് ഈ നീക്കമെന്നും അദ്ദേഹം പറഞ്ഞു. തെക്കുംകരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച വാഴാനി ഫോറസ്റ്റ് ഓഫീസ് ഉപരോധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KS നാരായണൻ നമ്പൂതിരി വടക്കാഞ്ചേരിയുടെ MLA ആയിരുന്ന കാലഘട്ടത്തിലാണ് ഈ ഓഫീസ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത്. 37,000 ചതുരശ്ര കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു വനമേഖലയാണ് ഇതിന്റെ അധികാര പരിധിയിൽ വരുന്നത്. ഇതിന്റെ തൊട്ടു മുന്നിലായിട്ടൊരു ട്രൈബൽ കോളനിയുമുണ്ട്. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ ഏക ട്രൈബൽ കോളനിയും കൂടിയാണ് നമ്മുടെ മുന്നിലുള്ളത്. സ്വാഭാവികമായിട്ടും പത്രത്തിൽ വന്ന പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഈ അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്നതിനൊപ്പം തന്നെ ശോചനീയമായ അവസ്ഥ ഈ ഓഫീസിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ ആദ്യം വന്യമൃഗങ്ങൾ ഇറങ്ങിയത്, കാട്ടുമൃഗങ്ങളെ പന്നിയും അതുപോലെ തന്നെ മയിലും കുരങ്ങും ഉൾപ്പെടെയുള്ള ജീവികൾ വർഷങ്ങളായി ഇവിടെ വന്നിട്ട് ആന ഉൾപ്പെടെയുള്ള, അതുപോലെ തന്നെ ഇപ്പോൾ ചിലപ്പോഴൊക്കെ പറയുന്നു പുലി വരുന്നു എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ കഴിഞ്ഞ 3 വർഷക്കാലമായി ഈ പ്രദേശത്ത് വന്നുകൊണ്ടിരിക്കുക. ആ സമയത്താണ് ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാപനം, നേരത്തെ ജയ്സൺ മാഷി ഇവിടെ പറഞ്ഞ മാതിരി പൂരപ്പറമ്പിലെ കച്ചവടക്കാരും അതുപോലെ തന്നെ മാറി മാറി ഉത്സവപ്പറമ്പിലേക്ക് പോകുന്ന മാതിരി ഇതുമായി ബന്ധപ്പെട്ട് അകമലയിലേക്ക് കൊണ്ടുപോകുന്നു. കുറച്ചു കാലം അകമലയിൽ വന്നാൽ വീണ്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ വീണ്ടും അത് ഇങ്ങോട്ട് തന്നെ വരും. ഇങ്ങനെ കളിക്കാനുള്ളതാണോ കഴിഞ്ഞ 3.5 പതിറ്റാണ്ടായി നിലനിൽക്കുന്ന ഒരു സർക്കാർ സ്ഥാപനം? തെക്കുംകര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജെയ്സൺ മാത്യു അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ് മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് O ശ്രീകൃഷ്ണൻ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ VG സുരേഷ് കുമാർ, എൽദോ തോമസ്, ജനറൽ സെക്രട്ടറിമാരായ PV ഹസനാർ, AR സുകുമാരൻ, CP ജോൺസൺ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് IA സബീല എന്നിവരും സംസാരിച്ചു. വാഴാനി വാർഡ് പ്രസിഡന്റ് PJ ഷാജു സ്വാഗതവും മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറി അജീഷ് വാഴാനി നന്ദിയും പറഞ്ഞു. ആന ഇറങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് വാഴാനിയിലെ ഫോറസ്റ്റ് സ്റ്റേഷൻ അത് അകമലയിലേക്ക് 4 വർഷമായി പൂട്ടിക്കിടക്കുന്ന അകമലയിലേക്ക് മാറ്റുവാനുള്ള മണ്ടൻ തീരുമാനം നമ്മൾ പത്രമാധ്യമങ്ങളിലൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ആ നിമിഷത്തിൽ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തെക്കുംകര മണ്ഡലം കമ്മിറ്റി ഇതിനെതിരെയുള്ള സമര പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പ്രഖ്യാപനം നടത്തിയിരുന്നു. തീർച്ചയായും താൽക്കാലികമായെങ്കിലും ഒരു സമരം എന്ന രീതിയിൽ ഇന്നലെ വൈകുന്നേരത്തോടെ DFOന്റെ അടുത്ത ഉത്തരവെത്തിയെന്നറിയുന്നു. അതായത് ഈ തീരുമാനം താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുന്നു എന്ന്. തീർച്ചയായും നമ്മളൊന്ന് ശ്രദ്ധിക്കണം. പത്രങ്ങളിൽ കൊടുത്ത വാർത്ത MLAയുടെ പത്രക്കുറിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ അതുപോലെ തന്നെ സർക്കാർ അറിയാതെയാണോ ഇത്തരത്തിലുള്ള മണ്ടൻ തീരുമാനങ്ങൾ, മണ്ടൻ ഉത്തരവുകൾ എടുക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. തീർച്ചയായും നമ്മൾ തെക്കുംകര ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വാഴാനി, വിരിപ്പാക്കം, മണലിത്തറ, മലാക്ക, പഴയന്നൂപ്പാടം, വീരോലിപ്പാടം ഉൾപ്പെടെയുള്ള മേഖലകളിൽ. ന്യൂസ് ഡെസ്ക് CCV.